എൻ്റെ പേര് ജാസ്മിൻ. ഞാൻ കോഴിക്കോട് തണൽ മലാപ്പറമ്പ് സ്കൂളിലെ പ്രൈമറിയിൽ പഠിക്കുന്ന ഐഷാന അവറിൻ്റെ കുഞ്ഞാണ്. പിന്നെ ഐഷുവിന് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആണുള്ളത്. പക്ഷെ ഐഷുവിനെ പറ്റി പറയണ ഒന്നുമില്ല. ഐഷുവിന് 98% ഡിസബിലിറ്റി തന്നെയാണ്. ഒന്നും അറിയാത്ത, ഒന്നിനും ഒരു പ്രതികരണം ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. ഇവിടെ വന്നപ്പം ഐഷുവിനെ വന്നു വെച്ചാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം ഒന്നാമതായിട്ട് യൂറിൻ കൺട്രോളല്ലായിരുന്നു, പാമ്പേഴ്സ് ആയിരുന്നു. ഇപ്പോൾ അവിടെ വന്നതിന് ശേഷം ആ ടൈമിന് കൊണ്ടുപോയി ഒഴിപ്പിച്ച ആളൊഴിക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരിത്. പിന്നെ ഫുഡ് കഴിക്കാനാണെങ്കിലും ഇപ്പൊ തന്നെ എടുത്ത് കഴിക്കാനായാലും ഒക്കെ ഗ്ലാസ്സിലൊന്നും വെള്ളം കുടിക്കില്ലായിരുന്നു. ഇപ്പൊ ഗ്ലാസ് കൈ കൊണ്ട് എടുത്തിട്ട് വെള്ളം കുടിക്കും, അങ്ങനെയുള്ളത്. പിന്നെ ബായ് പറയാനാണെങ്കിൽ, അതുപോലെ നമ്മളിപ്പോൾ കൂടെ ഉണ്ടെങ്കിൽ ഇരിക്കാനാണെങ്കിൽ ഇപ്പൊ കൈ പിടിച്ച് ഇരിക്കാൻ പറയാ, ഇവിടെ ഇരിക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ കൈ പിടിച്ചിട്ട് അത് എടുത്തു തരാൻ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചാക്കിക്കുക, അങ്ങനെയുള്ളത്. ഇപ്പം എടുത്തു തരാൻ പറയുന്നത് അങ്ങനെ പറയാ, അങ്ങനെ ഒരുപാട്. ഇതൊന്നുമില്ല. എനിക്ക് പണ്ടൊക്കെ സ്കൂളിൽ വരാണെങ്കിൽ കയറി ഇരിക്കുക, ഇപ്പൊ ഒന്നുമില്ല, അങ്ങ് ഇരിക്കുക, പോവുക, അത്ര മാത്രം. ഇപ്പൊ സ്കൂളിലേക്ക് വരുമ്പോ അറിയും സ്കൂളിലേക്കാണ് വരുന്നത്, അപ്പൊ അവിടെ എത്തുമ്പോ കരയുക, അങ്ങനെയുള്ള ഒരുപാട് കുറേ മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങള്. ഇപ്പം കരയുക, അവളെ ഉപ്പാനെയൊക്കെ ഉമ്മാനെയും കണ്ടാൽ പെട്ടെന്ന് അറിയും. കാരണം അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ എത്ര ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ ഇടയിൽ നിന്ന് അവളെ ഉപ്പാനൊക്കെ മനസ്സിലാവും. അവൾ അങ്ങോട്ട് എത്താൻ അവൾ നോക്കും. ഇപ്പൊ പിടിച്ച് നടക്കും, പിടിച്ച് മേശയും ചുമലും പിടിച്ചാണെങ്കിൽ പോകും. അതെല്ലാം അങ്ങനെ പോകാൻ കഴിയുന്നില്ലെങ്കിൽ അവൾ അവിടെ ഇരുന്ന് നിരങ്ങി അവിടെ എത്തും. എന്തായാലും അവൾ ഉപ്പാൻ എടുത്തേക്ക് എങ്ങനെയെങ്കിലും അവൾ എത്തും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. ഇവിടെ തണലിൽ വന്നതിന് ശേഷമാണ് ഇവിടുന്ന് പറഞ്ഞു തന്നിട്ടാണ് ഇപ്പോൾ സ്പീച്ച് തെറാപ്പി, അതേപോലെ ഫിസിയോതെറാപ്പി, റോബോട്ടിക്, അങ്ങനെ ഒരുപാട് എല്ലാ തെറാപ്പികളും ചെയ്തതിന് ശേഷം ഒക്കുപേഷൻ തെറാപ്പി ഒക്കെ ചെയ്തിട്ടുണ്ട് ഐശ്വര്യ. അതൊക്കെ ഈ തെറാപ്പികളെല്ലാം കൊടുത്തതിന് ശേഷമാണ് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഇവിടുന്ന് തെറാപ്പി കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഐശ്വര്യമുണ്ട്. ഇപ്പോൾ തണൽ സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും തെറാപ്പിസ്റ്റുകളാണെങ്കിലും എല്ലാവരും നല്ല ചേച്ചിമാർ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും വേണ്ട എല്ലാതും ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിക്കാണ് അവർക്ക് വേണ്ട ഇത് കൊടുക്കുന്നത്. തെറാപ്പി ആയാലും പഠനത്തിനായാലും അല്ലാതെ ഉള്ള കാര്യങ്ങളായാലും ഒക്കെ അവർക്ക് എന്താണോ ഡെയിലി വേണ്ട രീതിയിലാണ്, ബ്രഷിംഗ് ആണ്, എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും നല്ല സപ്പോർട്ടും ഉണ്ട്, എല്ലാ ഇതിലും, എല്ലാ കാര്യത്തിലും.